economics.comന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ക്ലാസിക്കൽ തിയറിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. The classical aggregate demand curve slopes downward, showing an inverse relationship between the price level and the quantity of output demanded. പറയാം, പൊതുവെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെയും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അവിടെ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഡിമാൻഡും വിലയും ചോദനവും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനെയാണ് ആ ഒരു നെഗറ്റീവ് സ്ലോപ്പിലുള്ള ഡിമാൻഡ് കർവ് സൂചിപ്പിക്കുന്നത്. This inverse relationship is derived from the equation of exchange. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് റിലേഷനെ അവർ രൂപീകരിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ടാണ്. ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആരുടെയായിരുന്നു? ഇർവിംഗ് ഫിഷറിൻ്റെയാണ് ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിമാൻഡ് കർവ് രൂപീകരിച്ചിരിക്കുന്നത്. സോ ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഈസ് MV ഈസ് ഈക്വൽ ടു PY. നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ളതിൽ PT എന്നും പറയും. ഇവിടെ ഡെറിവേഷന് വേണ്ടിയിട്ട് PY എന്നാണ് കൊടുത്തിട്ടുള്ളത്. M ഈസ് മണി സപ്ലൈ, V ഈസ് വെലോസിറ്റി ഓഫ് മണി, P ഈസ് ദ പ്രൈസ് ലെവൽ ആൻഡ് Y ഈസ് റിയൽ ഔട്ട്പുട്ട്. ഇവിടെ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണി സപ്ലൈനെയാണ് സൂചിപ്പിക്കുന്നത്, പണത്തിൻ്റെ പ്രധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. V എന്ന് പറയുന്നത് പണത്തിൻ്റെ വെലോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. P എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ലെവൽ അല്ലെങ്കിൽ വില നിലവാരം. Y എന്ന് പറയുന്നത് റിയൽ ഔട്ട്പുട്ട്, യഥാർത്ഥ ഉൽപ്പന്നം. The equation states that total amount of spending must equal total nominal value of output. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്താണ് പറയുന്നത്? രണ്ട് ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം MV ആണ്, ഒരു ഭാഗം PY ആണ്. ഇവിടെ MV എന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സ്പെൻഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്, മൊത്തം ചെലവിനെയാണ് MV സൂചിപ്പിക്കുന്നത്. അതുപോലെ PY എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നോമിനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൻ്റെ മൊത്തം നോമിനൽ വാല്യൂവിനെയാണ് PY സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. MV ഈക്വൽ ടു PY ആണ്. M ആൻഡ് V ആർ അസ്യൂംഡ് ആസ് കോൺസ്റ്റന്റ് ഇൻ ദി ക്ലാസിക്കൽ തിയറി. ഇനി ക്ലാസിക്കൽ തിയറി പ്രകാരം എമ്മും വിയും കോൺസ്റ്റൻ്റ് ആണ്. M എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്, V എന്ന് പറയുന്നത് പണത്തിൻ്റെ വെലോസിറ്റി ആണ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ക്ലാസിക്കൽ തിയറിയിൽ പരിഗണിക്കുന്നത്. കോൺസ്റ്റൻ്റ് മീൻസ് അതിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. For the equation to hold, if the price level rises, the real output must fall to maintain equality. ഇനി ഇവിടെ പ്രൈസ് ലെവൽ കൂടുകയാണെങ്കിൽ റിയൽ ഔട്ട്പുട്ട് കുറയുന്നു. റിയൽ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം എന്താണ്? ആ ഒരു ഈക്വാളിറ്റി അല്ലെങ്കിൽ തുല്യത മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. MV ഈസ് ഈക്വൽ ടു PT എന്ന ആ ഒരു ഈക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏത് കുറയുന്നത്? റിയൽ ഔട്ട്പുട്ട് കുറയുന്നത്. ദെൻ ഇഫ് ദ പ്രൈസ് ലെവൽ ഫാൾസ്, റിയൽ ഔട്ട്പുട്ട് മസ്റ്റ് റൈസ്. ഇനി പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ റിയൽ ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്നു. This inverse relationship is what gives the classical aggregated demand curve its downward slope. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണം. അപ്പോൾ ഡിമാൻഡ് കർവ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. അതേ ഡിമാൻഡ് കർവ് തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. X ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്, Y ആക്സിസിൽ പ്രൈസ് ലെവൽ, AD എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഇനി പ്രൈസ് ലെവൽ P ആണെങ്കിൽ ഔട്ട്പുട്ട് Y ആയിരിക്കും. പ്രൈസ് P1 ആയിട്ട് കുറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് Y1 ആയിട്ട് കൂടുന്നു. പ്രൈസ് ലെവൽ വീണ്ടും P2 ആയിട്ട് കുറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് Y2 ആയിട്ട് കൂടുന്നു. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെ 3 കാരണങ്ങൾ? ഒന്നാമത്തെയാണ് റിയൽ ബാലൻസ് എഫക്റ്റ്, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് എഫക്റ്റ്, മൂന്നാമത്തത് ട്രേഡ് എഫക്റ്റ്. അപ്പോൾ എന്താണ് റിയൽ ബാലൻസ് എഫക്റ്റ് എന്ന് നോക്കാം. Pigou effect analyzes the impact of falling prices on the level of consumption through a change in the real value of assets. ഇപ്പോൾ റിയൽ ബാലൻസ് എഫക്റ്റ് തന്നെയാണ് പിഗു എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആരുടെയാണ്? AC പിഗു എന്ന് പറയുന്ന ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അനലൈസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ പ്രൈസ് കുറയുമ്പോൾ അത് കൺസംഷൻ ലെവലിനെ എങ്ങനെ സ്വാധീനിക്കുന്ന അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏതാ ഉപയോഗിച്ചത്? എ ചേഞ്ച് ഇൻ ദി റിയൽ വാല്യൂ ഓഫ് അസറ്റ്സ്, അസറ്റ്സിൻ്റെ യഥാർത്ഥ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് ഈ ഒരു ഫാളിംഗ് പ്രൈസ് കൺസംഷനിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനെ അദ്ദേഹം അനലൈസ് ചെയ്തിരിക്കുന്നത്. A decrease in the price level increases the real value of assets held by consumers. പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ യഥാർത്ഥ മൂല്യം കൂടുന്നു. മേക്കിംഗ് ദം
feel wealthier and thereby increasing their consumption. നമ്മുടെ അസറ്റ്സിൻ്റെയൊക്കെ യഥാർത്ഥ മൂല്യം കൂടിയും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു വെൽത്തിയർ ആയിട്ടുള്ള ഫീലിംഗ് അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും ഏത് വർദ്ധിപ്പിക്കും, കൺസംഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനെയാണ് റിയൽ ബാലൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എഫക്റ്റ്. The interest rate effect states that a lower price level reduces the demand for money, leading to a fall in interest rate, which stimulates investment and consumption. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുന്നത്, പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ പണത്തിൻ്റെ ഡിമാൻഡ് കുറയുന്നു, പണത്തിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇത് കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും കൺസംഷൻ കൂടുകയും ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ എപ്പോഴും ഒരു ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഏതും കൂടുന്നുണ്ട്, കൺസംഷൻ കൂടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ട്രേഡ് എഫക്റ്റ്. എ fall in domestic price level makes a country's export cheaper and import more expensive, increase in net export and thus aggregate demand. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ അവിടുത്തെ എക്സ്പോർട്ട് എന്തായിരിക്കും, എക്സ്പോർട്ട് വളരെ ചീപ്പായിരിക്കും, അതായത് വളരെ കുറഞ്ഞ നിരക്കിന് എക്സ്പോർട്ട് നടത്താൻ കഴിയും. പക്ഷേ ഇമ്പോർട്ടിന് ചിലവ് കൂടുകയും ചെയ്യും, ഇമ്പോർട്ട് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നെറ്റ് എക്സ്പോർട്ട് കൂടുതൽ, നെറ്റ് എക്സ്പോർട്ട് മീൻസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, എക്സ്പോർട്ടിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ഇമ്പോർട്ട് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഡൊമസ്റ്റിക് പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ കേസാണെങ്കിൽ ഇന്ത്യക്കകത്തുള്ള പ്രൈസ് ലെവലിനെ പറയുന്ന പേരാണ് ഡൊമസ്റ്റിക് പ്രൈസ് ലെവൽ. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണമെന്നാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.